തോറ്റിട്ടും ജോർജ് ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. കാരണം ലഡു വേണം വാങ്ങിച്ചില്ല. ഇന്ന് വൈകുന്നേരം വാങ്ങിക്കണമെന്നിരുന്ന എങ്ങനെ ജയിച്ചാൽ തരാന്നല്ലേ. സമോസ തരാൻ പ്ലാനിട്ട് അല്ല ഈ സന്തോഷത്തിന് കാരണം ഞാൻ എപ്പോഴാണ് കരഞ്ഞേണ്ടിട്ടുള്ളത്? എനിക്ക് ജനവിധി മാനിക്കുക എന്നുള്ളതിൻ്റെ മര്യാദ. ജയം ഒരു തെരഞ്ഞെടുപ്പാണ്, ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും. അതിന് രണ്ട് ജയത്തെയും പരാജയത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, മര്യാദ കാണിക്കണം. മനസ്സിലായില്ലേ? അതല്ലാതെ ഞാൻ നേരത്തെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചാൽ പ്രകടനം പോലും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തിനു തോറ്റവരെ അടക്കി തട്ടേണ്ട കാര്യം നമുക്കെന്നെ. തോറ്റു ജനകീയമായ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് സ്വസ്ഥത കിട്ടി, അത്ര ഉള്ളൂ. ഇത് 10ാമത്തെ അംഗമാണ്. ഷോൺ ജോർജ് പറഞ്ഞത് ഇനി പാലയിൽ സജീവമായിട്ടുണ്ടാവുന്ന, പൂഞ്ഞാറിൽ PC സജീവമായിട്ടുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ പോകാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ കാണും, പൊതുപ്രവർത്തകനായിരിക്കും, മാന്യമായ പൊതുപ്രവർത്തനം നടത്തും, എല്ലാത്തിലും ഇടപെടും. ഒരു സംശയം വേണ്ട. ജയിച്ചവനെ എല്ലാം കൂടി സൂചിച്ച് കിടക്കാമെന്നൊന്നും വിചാരിക്കണം. തെരഞ്ഞെടുപ്പ് വന്നാൽ ആരോഗ്യം വേണ്ട മത്സരിക്കും. ഇത്തവണ ഞാൻ പറയട്ടെ, കേട്ടോ, ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് കാലെ പിടിച്ച് ഞാൻ പറഞ്ഞു. എല്ലാവരോടും ചോദിച്ചു, രാജചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കൂ, എനിക്ക് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന് ന്യായമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ മത്സരിച്ചില്ലായിരുന്നു, BJP അവിടെ പോയിവിടെ. അതാണ് പ്രശ്നം. അല്ല, തൃപ്തികരമാണോ ഈ ഷോണിന്റെയും താങ്കളുടെയും ഒക്കെ? തൃപ്തികരമാണ്. ഈ പിണറായി വിരുദ്ധ തരംഗത്തിനകത്ത് ഇത്ര വോട്ട് പാലായിലും പൂഞ്ഞാലിലും പിടിച്ചെന്ന് മാത്രമല്ല, കേരളം മുഴുവൻ വോട്ട് പിടിച്ചിരിക്കുക. ഒരു വലിയ തരംഗം BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം വേണം. ഈ കുറച്ചു മുമ്പ് UDFന്റെ വിജയാഘോഷം ഈ പ്രവർത്തകരൊക്കെ പുറത്തുനിന്ന് കൂടി വിളിക്കുന്നത് കുറച്ച് വീഡിയോകളൊക്കെ ഓവറാണ്. UDFകാരൻ പ്രകടനം നടത്തുന്നത് എനിക്ക് വിരോധമില്ല. ആ പ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രണ്ട് തെറിയും പറഞ്ഞോട്ട് എനിക്കൊരു വിരോധമില്ല. പക്ഷേ തുണി നോക്കി കാണിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ അടി വെച്ചു കൊടുക്കും. അതവന്മാർക്ക് മനസ്സിലായി. കാണിച്ചോ? ഇവിടെ നിന്ന് ആളുകൾ കണ്ടല്ലോ. അപ്പോൾ അത് മാത്രം പരിക്കകത്ത് കയറി പടക്കം പൊട്ടിക്കുക. പടക്കം പൊട്ടിച്ചോട്ടെ, പരിക്കകത്ത് കയറി പൊട്ടിക്കുക. ഇപ്പോൾ 2 അടി കൊടുത്തേക്കാൻ ഞാൻ തീരുമാനിച്ച. ഞാൻ ചെന്നത് അങ്ങോട്ട് ചെന്നപ്പോൾ അവന്മാർ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് ഷെവ് പറഞ്ഞു. ഒന്നാമത് ഷെവ് പറഞ്ഞു, രണ്ടാമത് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് കൂടി. പിന്നെ നമ്മളിപ്പോൾ വഴക്കുണ്ടാക്കണ്ട. പോലീസിൻ്റെ ആവശ്യം വന്നില്ല, ഞാൻ തന്നെ കൈകാര്യം ചെയ്യാൻ പോയതാണ്. എന്തിനാന്ന് ഞാൻ അമ്മമാരെ എത്ര എണ്ണം 2000 എണ്ണം ഒരുമിച്ച് വന്ന് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടാണ്. പിന്നെ ഈ 500 എണ്ണം ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളോട് പിണങ്ങും ചിണങ്ങും, അതാ ഞാൻ. അല്ലാതെ എപ്പോഴും പിണങ്ങിയിരിക്കുകയല്ല, എപ്പോഴും എണുങ്ങിയിരിക്കുകയല്ല. തെറ്റ് കാണിച്ചാൽ തെറ്റാന്ന് പറയും, ശരി കാണിച്ചാൽ ശരി കഴിക്കും. അതല്ലാതെ എനിക്കെന്നെ വൈരാഗ്യം ഒരു വൈരാഗ്യം. കമ്മീഷൻ അംഗങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അടുത്ത വാർത്തയാക്കാം. അടുത്ത വാർത്തയാക്കാം. നീ വരേണ്ടി വരും. അടുത്ത വാർത്തയാക്കാം. എന്തൊരു രസമാണ്. ഒന്ന് ചിരിച്ചു സന്തോഷമായിട്ട് ജീവിക്കാനും സംഭവിക്കുന്നു. എന്തൊരു കാലം ദൈവം.